കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിച്ചു വരികയാണ്. ഇന്നും നമ്മൾ ഒരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണടച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ സൺഡേ സ്കൂൾ പഠിക്കുവാൻ അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ തിരുവചനം പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണമേ, അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സൂക്ഷിക്കണമേ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ പല മിഷനുകൾ, കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളൊക്കെ പഠിച്ചു വരികയാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, യേശുവിന് ഒരുപാട് നല്ല സ്വഭാവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യേശുവിനെ നമുക്ക് ഒരു നല്ല സ്വഭാവത്തിനുടമയായിട്ടാണ് ദൈവവചനത്തിലുടനീളം നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യേശുവിനുള്ള ആ ഭാവം, യേശുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഭാവം, മനോഭാവം എന്തായിരുന്നോ അത് തന്നെ നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഫിലിപ്പിയ സഭയോട് പൗലോസ് ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അപ്പം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഭാവം, യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും കർത്താവിൽ വിശ്വസിക്കുന്നവരും ദൈവവചനം പഠിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ എന്തായിരിക്കണം? യേശുക്രിസ്തുവിലുള്ള ഭാവം, ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ദൈവപൈതലായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ യേശു കർത്താവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ചില വേദഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യേശു കർത്താവ് മനസ്സലിവുള്ളവനായിരുന്നു. യേശു കർത്താവിന് സഹജീവികളോട് ഒരു മനസ്സലിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വഭാവം യേശു കർത്താവിനുണ്ടായിരുന്നു. പിന്നെ രോഗികളെ കണ്ടാൽ യേശു കർത്താവിന് മനസ്സലിവ് തോന്നും. സങ്കടപ്പെടുന്ന ആൾക്കാരെ കണ്ടാൽ യേശു കർത്താവിന് മനസ്സലിവ് തോന്നും. അങ്ങനെ ചില സ്വഭാവങ്ങൾ യേശു കർത്താവിനുണ്ടായിരുന്നു. ആ മനസ്സലിവ് എന്ന് പറയുന്ന യേശുവിൻ്റെ ആ ഒരു നല്ല സ്വഭാവത്തെക്കുറിച്ച് ചെറുതായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിന് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള ഭാഗത്ത് നയിൻ എന്ന പട്ടണത്തിൽ ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഏകജാതനായ മകൻ മരിച്ചുപോയി. അവർ വളരെ സങ്കടത്തോടെ, വിഷമത്തോടെ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും തുണയായിരുന്ന, മറ്റാരും ആശ്രയമില്ലാതെ ഇരിക്കെ തനിക്ക് ഏറ്റവും താൻ പ്രതീക്ഷ വച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ, ആ മകൻ താൻ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ ഉള്ളിലുണ്ടായ സങ്കടത്തെ യേശു കർത്താവ് കണ്ട് ആ സ്ത്രീയോട് യേശുവിന് മനസ്സലിവ് തോന്നി. അത് നമ്മൾ വായിക്കുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. യേശു കർത്താവ് ആ സ്ത്രീയുടെ സങ്കടം കണ്ടിട്ട്, അവരുടെ നിലവിളി കണ്ടിട്ട് യേശു കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കുകയും കർത്താവ് ചെയ്തു. നമ്മളും ചിലരിൽ നമുക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പം കരയണ്ട, സമാധാനമായി ഇരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പൂർണ്ണമായിട്ട് ആ സങ്കടം തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവ് ചെയ്തത് ആ സ്ത്രീയോട് കരയണ്ട എന്ന് പറയുക മാത്രമല്ല, അവരുടെ സങ്കടത്തെ പൂർണ്ണമായും യേശു കർത്താവ് അവിടെ മാറ്റിക്കൊടുത്തു. ആ സ്ത്രീയോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് തൻ്റെ തനിക്കുണ്ടായ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആ സ്ത്രീക്ക് ഒരു മോചനം തന്നെ ദൈവം അവിടെ കൊടുക്കുകയാണ്. തൻ്റെ മകനെ ഉയർപ്പിച്ച് താൻ ആ സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. അപ്പം യേശുവിന് ആ സ്ത്രീയോടൊരു മനസ്സലിവ് തോന്നിയത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു പക്ഷേ നമുക്ക് മരിച്ചു പോയ ഒരാളെ ഉയർപ്പിക്കാനൊന്നും സാധിക്കത്തില്ലായിരിക്കും.
എങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവരോട് മനസ്സലിയാനും ഈ സർവശക്തനായ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും അവരെ ഒന്ന് ചേർത്ത് നിർത്താനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം അതൊക്കെ യേശു കർത്താവിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് മനസ്സറിഞ്ഞ മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. യേശു കർത്താവിന് പുരുഷാരത്തെ കണ്ടപ്പോൾ ഒരു മനസ്സലിവ് തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. ഇടയനില്ലാത്ത ആടുകളെന്ന് പറഞ്ഞാൽ അത് പല വഴിക്ക് ചിതറിപ്പോകും. അത് ശരിയായ വഴിക്കൂടെ നടന്നു പോകത്തില്ല. ഇടയനില്ലാത്ത ആടുകൾ, ഒരു ഇടയൻ ആടുകളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നേരെ വഴിയെ അതിനെ കൊണ്ട് നടത്താനും അതിന് വേണ്ട സമയത്ത് ആഹാരം കൊടുക്കാനും വെള്ളം കൊടുക്കാനും അതിനെ നടത്തുന്ന വഴിയിൽ എന്തെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ ഇടയനുണ്ടായിരിക്കും. അപ്പം ഇടയനില്ലാത്ത ആടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ശത്രു വന്നാൽ അതിന് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത അനുഭവമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വരികയില്ല. വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം കിട്ടാതെ പോകുന്ന ഒരു അനുഭവമാണ് ഇടയനില്ലാത്ത ആളുകൾ. ഈ പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു കർത്താവിനൊരു മനസ്സലിവ് തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നത് കൊണ്ട് യേശു കർത്താവിന് അവരോട് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ ദൈവവചനത്തെ വായിക്കുന്നു. അപ്പം നമുക്കും മറ്റുള്ളവരോട് മനസ്സലിവ് തോന്നാനും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറഞ്ഞുകൂട്ട് ഇടയനില്ലാത്ത ആടുകളെന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചതുപോലെ ഏതെങ്കിലും ഒരു നാഥനില്ലാത്ത അല്ലെങ്കിൽ അനാഥരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിപ്പാൻ വേറെ ആരുമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്കൊരു മനസ്സലിവ് തോന്നാം. അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവേശുവിൻ്റെ ഭാവം ഉണ്ടാകുന്നത്. മറ്റൊരു സ്വഭാവം, യേശു കർത്താവിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താഴ്മയും അനുസരണയും ഉള്ളവനായിരുന്നു യേശു കർത്താവ്. യേശു കർത്താവിന് താഴ്മയുണ്ടായിരുന്നു, മനസ്സലിവുണ്ടായിരുന്നു. അപ്പം ഈ താഴ്മയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും താഴ്മയുള്ളവരാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ എത്ര താഴ്മയുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ താഴ്മയ്ക്കെല്ലാം ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പറയും ഇനി ഇത് ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ വരും. പക്ഷേ യേശു കർത്താവ് ഏറ്റവും താഴ്മ ധരിച്ച ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മളിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലായിരുന്നിട്ട്, അതായത് ദൈവത്തിൻ്റെ ആ സാദൃശ്യമുള്ളവനാണ് യേശു കർത്താവ്. പൂർണ്ണ മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവുമാണ്. ദൈവത്തോളം അവൻ പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ ഈ ലോകത്തിൻ്റെ നായകനായ യേശു കർത്താവ്, ദൈവതുല്യനായ ദൈവമാണ് യേശു കർത്താവ്. അങ്ങനെ ഒരു സ്ഥാനം തനിക്ക് ഉണ്ടായിട്ട് പോലും താൻ അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് ദാസനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള ഒരു അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് മറ്റുള്ളവരുടെ ഇടയിലേക്ക് അതിന് മനുഷ്യനോളം താഴ്ന്നിറങ്ങി വന്ന് താനൊരു ദാസൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ താഴ്മയോടെ വെളിപ്പെടുത്തി. അങ്ങനെ താഴ്മയോടെയുള്ള തൻ്റെ ആ ജീവിതം അത് യേശു കർത്താവ് മനുഷ്യർക്ക് വളരെ അർത്ഥവത്താക്കി കൊടുക്കുന്നു. അത് മനസ്സിലാക്കുവാൻ ദൈവമക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അത്രത്തോളം താഴ്മ ധരിച്ചവനായിട്ട് യേശുവിനെ നമുക്കവിടെ കാണാൻ പറ്റും. അനുസരണമുള്ളവനായി യേശു കർത്താവ് ദൈവം പറയുന്നത്, അത് പിതാവായ ദൈവത്തിൻ്റെ ഒരു വാക്ക് പോലും നിഷേധിക്കാതെ അവൻ ക്രൂശിൽ അവൻ മരിക്കാൻ പോവുകയാണ്. എന്നാൽ ആ മരണം വരെയും പിതാവിനോട് പൂർണ്ണമായും അനുസരണമുള്ളവനായി എന്ന് യേശു കർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ എത്രത്തോളം താഴ്മയും അനുസരണവും ഉള്ളവരാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെയൊക്കെ താഴ്മ? നമ്മളൊക്കെ ആദ്യം പറഞ്ഞ പോലെ കുറച്ചൊക്കെ താഴ്മയൊക്കെ ഒന്ന് കാണിക്കും. പിന്നെ ഒരു പരിധിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോൾ പോകും. പിന്നെ നമുക്ക് താഴ്മയൊന്നും പറ്റത്തില്ല. നമ്മളതൊന്നും പിന്നെ ആ ഒരു സ്റ്റെപ്പൊക്കെ അങ്ങ് മാറും. പിന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെയൊക്കെ അനുസരിക്കും. അങ്ങ് കുറേയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളും അങ്ങ് ഒരു മനുഷ്യൻ്റേതായിട്ടുള്ളൊരു സ്വഭാവം കാണിക്കും. പക്ഷെ യേശു കർത്താവ് ദൈവമായിട്ട് പോലും അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെ ആ പിതാവായ ദൈവത്തെ അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? എത്രത്തോളം അനുസരിക്കുന്നുണ്ട്? അനുസരണമുള്ള കുട്ടികളാണ് എല്ലാവരും. എന്നാൽ തന്നെ നമ്മൾ ചില കാര്യത്തിലെങ്കിലും ശുണ്ടി പിടിക്കാറുണ്ടല്ലേ. അപ്പം അങ്ങനൊന്നും അല്ല. നമ്മുടെ ക്രിസ്തുവേശുവിൻ്റെ ഭാവം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളിലുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് മനസ്സലിവ് പറഞ്ഞു, ഒന്ന് താഴ്മ പറഞ്ഞു, ഒന്ന് അനുസരണം പറഞ്ഞു. ഈ 3 കാര്യങ്ങളും യേശു കർത്താവിന് ഉള്ളതായിരുന്നു. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ദൈവത്തിൻ്റെ പൈതലാണ് നമുക്ക് പൂർണ്ണമായിട്ടും. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള നല്ല കുട്ടികളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താഴ്മയുള്ളവരായി, കരുണയുള്ളവരായി, അനുസരണമുള്ളവരായി, നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് കണ്ണടച്ചിട്ട്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ സ്വഭാവം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇന്ന് പഠിച്ച പാഠം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ. സൺഡേ സ്കൂൾ പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബൈ.